എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഏതാണ്ടൊരു എനിക്ക് തോന്നുന്നൊരു 7-8 കൊല്ലമല്ല 7-8 മാസമായി അമ്മ വീടിൻ്റെ ഒരു ബ്ലോഗ് ഇട്ടിട്ട്. കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകളിലൊക്കെ നിന്നതുകൊണ്ടാണ്. പിന്നെ 1-2 സാധനങ്ങളൊക്കെ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ടും അതൊക്കെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം പണിയൊക്കെ തീർന്നു. പിന്നെ 1-2 പുതിയ ഐറ്റംസൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ വീട്ടിലെ വിശേഷങ്ങൾ, രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇന്നിപ്പോൾ മീൽസിന് വറുത്തരച്ച തീയലും വൻപയർ തോരനും ഒക്കെയാണ്. വറുത്തരച്ച തീയലെന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് എനിക്ക് തോന്നുന്നു തമിഴ്നാടിൻ്റെ ഒരു ടച്ചുള്ള ഒരു കറിയാണ് തീയൽ. പാലക്കാട് മേഖല, പിന്നെ തമിഴ്നാട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഉള്ളൊരു സാധനമാണ്. എല്ലാ വീടുകളിലും വയ്ക്കും കേട്ടോ, വറുത്തരച്ച തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന തീയൽ. അപ്പോൾ മീൽസിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അടുക്കളയിലേക്ക്. അപ്പോൾ നമ്മുടെ അമ്മ വീട്ടിലെ ഇന്നത്തെ മീൽസിൻ്റെ ഫസ്റ്റ് കറി എന്ന് പറഞ്ഞാൽ വറുത്തരച്ച തീയലാണ്. വറുത്തരച്ച തീയൽ. അപ്പോൾ ഉരുളി ചൂടായി. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തീയൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണ്. വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ കത്തിരിക്ക, ഇത്രയും സാധനമാണ് ഇതിനകത്ത്. പിന്നെ ഇത് വെണ്ടയ്ക്ക കീറിയത്, ഇത് ചേന പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു തമിഴ്നാട് ടച്ചുള്ള ഒരു കറിയാണ് കേട്ടോ, തീയലെന്ന് പറയുന്നത്. പച്ചയ്ക്കും ചെയ്യും, അതായത് തേങ്ങ പച്ചയ്ക്കും അരയ്ക്കും, വറുത്തും അരയ്ക്കും. ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വറുത്തരയ്ക്കുന്നതാണ്. ഇത് ഞാൻ എണ്ണ ഒഴിച്ചു. ഇനി ഈ വെജിറ്റബിൾസ് ആ എണ്ണയിലൊന്ന് വഴറ്റി കിട്ടണം. അതാണ് ഭയങ്കര നല്ല ടേസ്റ്റ്. ചിലർ വെള്ളത്തിൽ അല്ലാതെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ കുറച്ച് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശകല എണ്ണ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ അതിലേക്ക് തട്ടാം. അപ്പോൾ എണ്ണയിൽ മിക്സായി. ഇനി ഒരു 5 മിനിറ്റ് ഇതിനകത്ത് ഒന്ന് ചൂടടിച്ച് ഒന്ന് കിട്ടണം. ഒരുപാട് വെന്തുപോലും ചൂടടിച്ചൊന്ന് കിട്ടും. ഇത് നമ്മൾ അയല മാങ്ങാക്കറിയാണ്. മഞ്ഞ കളറിലുള്ള മീൻ കറി, അയല മാങ്ങാക്കറി. പിന്നെ മുളകിട്ട കറിയുണ്ട്. ഇത് മാങ്ങാക്കറിയാണ്. മാങ്ങാക്കറിക്ക് നമ്മൾ അടിക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് തേങ്ങയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് മഞ്ഞ കളറിലാണ്. ഇനി ഇതടിച്ച് ഇതിലേക്ക് ഒഴിച്ച് ഇത് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷമാണ് നമ്മളിതിൽ അയല ഇടുന്നത്. ഒന്ന് വാടിയാന്ന് നോക്കട്ടെ. ചെറിയ രീതിയിൽ വാടിയിട്ടുണ്ട്. ഇനി ഇച്ചിരി പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് അപ്പോൾ ഇനി ഇത്തിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. മൊത്തം ഒന്ന് ഇളക്കി മറിച്ച് ഓക്കെ.
അപ്പോൾ നമ്മൾ ഇവിടെ പുതുതായിട്ട് ആരംഭിച്ചാണ് മന്തി റൈസ്. മന്തി എന്ന് പറഞ്ഞാൽ കുഴിമന്തിയല്ല, അല്ലാതെ സാധാരണ മന്തി റൈസ്. അൽഫാം മന്തിയാണ് ചെയ്യുന്നത് നമ്മുടെ അലിയാണ്. അപ്പോൾ കുട്ടികൾ വരാൻ നേരത്തെ അവർക്ക് മന്തി റൈസ് വേണമെന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ മന്തി റൈസ് കൂടെ ചെയ്യുകയാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, ഗരം മസാല, അതായത് നമ്മുടെ വയണയില, ഉണക്കനാരങ്ങ, തക്കോലം, പട്ട, ഏലക്ക, പെരുംജീരകം ഉള്ള ഫുള്ള് മസാല നമ്മളിടുകയാണ്. വെള്ളം തിളച്ച് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഡബിൾ ചെക്ക് അരിയാണ് ഇതിനകത്തിടുന്നത്. അപ്പോൾ വെന്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചേനയും കൂടെ ഇടും. ചേനയ്ക്ക് വേവ് കൂടുതലാണ്, അതുകൊണ്ട് പുഴുങ്ങി വെക്കുന്നു. പുഴുങ്ങി വെച്ച ചേന ഇടുന്നു. ഇനി ഇതിൽ നമ്മൾ തേങ്ങ വറുത്തരച്ച് ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി തേങ്ങയുടെ കൂടെ വറുത്തെടുത്ത് അത് അരപ്പായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന സാധനം ഇതിലേക്ക് ഇടും. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി ഈ അരപ്പ് ഒന്ന് ഇതിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് ഈ കണലിൽ ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഇനി നമ്മളെ വറുത്തരച്ച തീല റെഡിയായി. ഇതാണ് ഞങ്ങൾ മൂപ്പൻ എന്ന് വിളിക്കുന്ന നമ്മൾ ഇവിടുത്തെ ചീഫ് കുക്ക് സുരേഷ് ഏട്ടൻ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പരിപാടിയുണ്ടേ, പച്ച വെളിച്ചെണ്ണ അല്ലേ. നമ്മളിനി എന്ത് ചെയ്താലും അവസാനം മേമ്പൊടിയായിട്ട് സുരേഷ് ഏട്ടൻ്റെ ഒരു ചെറിയ പരിപാടിയുണ്ട്, പച്ച വെളിച്ചെണ്ണ. ഇനി കടുക് താളിച്ചത് റൗണ്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൽസിൻ്റെ വറുത്തരച്ച തീയൽ റെഡിയാണ്. ഇനി ഇത് കോരി ഇതിലേക്ക് മാറ്റിയിട്ട് ഇനി അടുത്ത കറി നമ്മൾ അടിക്കും. അടുത്ത കറി എന്ന് പറഞ്ഞാൽ തോരൻ, വൻപയർ തോരൻ. അപ്പോൾ രണ്ടാമത്തെ കറി വൻപയർ തോരനാണ്. ചട്ടി ചൂടായി, നമ്മളതിൽ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി, അതിൽ നമുക്ക് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇടാം. അല്പം ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ടു.
അപ്പോൾ സവാള നല്ല ചുവന്ന കളറായി. ഇനി അതിന് നമ്മൾ തേങ്ങയിൽ ബാക്കിയുള്ള ഐറ്റം, അതായത് മഞ്ഞൾപ്പൊടി, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ തോരന് വേണ്ടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മളിതിലേക്ക് തട്ടുന്നു. ഇനി നല്ല രീതിയിൽ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ തേങ്ങയുടെ പച്ച ചുവ പോവും. അപ്പോൾ തേങ്ങ നല്ല രീതിയിൽ വെന്തു, അതിൻ്റെ പച്ചച്ചുവ മാറി. ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന വൻപയർ അഥവാ പെരുമ്പയർ എന്ന് പറയും, അത് നമ്മൾ ഇതിലേക്ക് തട്ടും. ഇത് നല്ല രീതിയിൽ തേങ്ങയായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ വൻപയർ തോരൻ റെഡിയാണ്. ഞാൻ നമ്മളെ മൂപ്പനും സുരേഷ് മൂപ്പനും കൂടെ ഇറക്കാൻ പോവുകയാണ്. തോരൻ റെഡി. അപ്പോൾ നമ്മുടെ അമ്മ വീട്ടിലെ ഊണിൻ്റെ സമയമായി. ഇനി തിരക്കായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഊണിൻ്റെ വിശേഷങ്ങളെല്ലാം കാണാം. ബാക്കിയുള്ള കറികളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കി വിശേഷങ്ങൾ. നമ്മുടെ അമ്മ വീടിൻ്റെ അയൽവക്കത്തുള്ള നമ്മുടെ അനിയന്മാരുടെ കടയാണ് കേട്ടോ. യദു പ്ലംബിംഗ് ആൻഡ് അസോസിയേറ്റ്സ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്ലംബിങ്ങിലും സാനിറ്ററിക്കുമുള്ള ഒരു വലിയ ഷോറൂം. അപ്പോൾ ഇതാ മുരളി, ഇത് വിനോദ്, ഇത് രാജേഷ്, രണ്ടുപേരും യുവ സംരംഭകരാണ്. നമ്മുടെ അയൽവക്കമാണ്. അത് നമുക്ക് ഇവിടുത്തെ അതിൻ്റെ പാർട്സുകൾ മാത്രമല്ല, നമ്മുടെ സൈറ്റുകളിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള എൻക്വയറി വന്നു കഴിഞ്ഞാൽ അവർ വന്ന് പോയി കറക്റ്റായിട്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ എത്ര രൂപയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരികയും സൈറ്റിൽ വന്ന് പണി ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ തിരക്കുകളായതുകൊണ്ട് ഇന്ന് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കാണാറില്ല, ഓരോ സൈറ്റുകളിൽ ഉള്ളവർ. അപ്പോൾ രണ്ടുപേര്, ഇതാണ് വിനോദും രാജേഷും. അപ്പോൾ നമ്മുടെ ഷോപ്പ് യദു പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഷോറൂം നമ്മുടെ അയൽവക്കമാണ്. നമ്മുടെ അമ്മ വീടിൻ്റെ നൈറ്റ് വൈബ് ഒന്ന് ആസ്വദിക്കണം. അപ്പോൾ നൈറ്റ് വൈബ് ആരംഭിച്ചിരിക്കുകയാണ്. ചായയുണ്ട്, പിന്നെ അതിൻ്റെ സ്നാക്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തതാണ് ഫിഷ് അൽഫാം, അതായത് ഗ്രില്ല് ചെയ്ത ഫിഷ്. നമ്മൾ വറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വേളാപ്പാര എന്ന് പറയും തിരുവനന്തപുരത്ത്. ഇത് ചെമ്പല്ലി. ഇതിൽ മസാല നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയ്ക്കകത്ത് ഏതൊക്കെയുണ്ട് അലി? മസാല രഹസ്യം, സീക്രട്ട് മസാലയാണ്. പക്ഷെ എങ്കിലും ഞാൻ പറയാം, ഇതിനകത്ത് മുളക് പൊടി, പിന്നെ അല്പം മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ ഗരം മസാല ചേർത്തിട്ടുണ്ട്, പിന്നെ അലിയുടെ ഒരു ചെറിയ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു മസാല കൂടിയുണ്ട്. അത് കഴിച്ചാൽ മാത്രമേ നമുക്ക് അത് ഏത് ടേസ്റ്റ് ആണെന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ ആദ്യം ഏത് ഇടണത്? ഇതിടാം അല്ലേ? വേളാപ്പാര ഇടാം, വറ്റ ഇടാം അല്ലേ? അപ്പോൾ ആദ്യം വറ്റ, അത് കഴിഞ്ഞ് ചെമ്പല്ലി. അപ്പോൾ ഇതാണ് വറ്റ അല്ലെങ്കിൽ വേളാപ്പാര. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുള്ള് നമ്മൾ കളഞ്ഞിട്ടില്ല, അത് കണക്കാക്കിയാണ് വച്ചിരിക്കുന്നത്. അത് മസാല പിടിക്കുന്നതിനായിട്ട് നമ്മൾ നേരത്തെ കൂട്ടി ഇതാണ്. ഇതിനകത്ത് നമ്മൾ മസാല ഫുള്ള് തേച്ച് ഇത് നേരെ അങ്ങോട്ട് ബാക്കി അലി ചെയ്തോളൂ. പിന്നെ
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മോളിൽ ഇത്തിരി റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ രാത്രിയിലൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു വൈബിൽ കുറച്ച് നമ്മുടേതായിട്ടുള്ള, പിന്നെ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പഴയ ബിൽഡിംഗ് അല്ലേ, നമുക്ക് കൂടുതലായിട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് വച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് റെഡിയായി വരുന്നത് വരെ നമുക്ക് നമ്മുടെ മോളിലുള്ള അപ്സ്റ്റെയറിലുള്ള ആ സ്പേസ് ഒന്ന് കണ്ടിട്ട് വരാം. വേറൊരു വൈബാണേ. വേളാപ്പാര അല്ലെങ്കിൽ നമ്മൾ വറ്റ എന്ന് പറയുന്ന സാധനമാണേ. അത് റെഡിയായി. ഓ അയ്യോ, ഇത് നമ്മുടെ ഫിഷ് അൽഫാം അല്ലെങ്കിൽ ഗ്രിൽഡ് ഫിഷ് എന്ന് പറയണേ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഈ 2 ഗ്രിൽഡ് ഫിഷും കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ റെഡിയാക്കി വന്നിട്ട് ഞാൻ തൊടാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതിന് 2നും ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കഴിച്ച് അത് കാര്യം എന്താ പറയുക, അപ്പോൾ 3 ഫിഷേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് പൊള്ളിച്ചത് നമ്മൾ ഇവിടുത്തെ ഫാമിലിക്ക് കൊടുത്തു. പിന്നെ ഒരു ചെമ്പല്ലി ഉണ്ടായിരുന്നു. പിന്നെ ഒരു വേളാപ്പാര അല്ലെങ്കിൽ അതിന് നമ്മളൊരു വറ്റ എന്ന് പറയും. ഇത് 2നെയും നമ്മൾ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ സാധനം അലിയുടെ പറഞ്ഞ് ഇത് ഫുള്ള് കാണിച്ചു തന്നു, ഗ്രില്ല് ചെയ്യുന്നു. ഓക്കെ, ഇത് ഫിഷ് പൊള്ളിച്ചത് വേളാപ്പാരയാണ്. വേളാവ് അല്ലെങ്കിൽ നമ്മൾ ഗ്രില്ലിൽ കണ്ടില്ലേ, വേളാവ് അല്ലെങ്കിൽ ചിലടത്ത് വറ്റ എന്ന് പറയും. ഇനി ബ്രെഡ് ഐറ്റംസ് കൂടെ വരാനുണ്ട്, അതുകൂടെ വച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത് അവർ ഓർഡർ ചെയ്താണ് പ്രോൺസ് റോസ്റ്റ്, നൂൽ പൊറോട്ട. നല്ല ചൂടാണേ. വാവ്, ഫിഷ് പൊള്ളിച്ചത്, മാങ്ങയിട്ട മീൻകറി, ഇത് കുടംപുളി ഇട്ട മീൻകറി. ഫിഷിൻ്റെ കൂടെയുള്ള ജ്യൂസ് വന്നാ, ജ്യൂസ് ജ്യൂസ്. ഓക്കെ, താങ്ക് യു പറയൂ. താങ്ക് യു. ഇത് പ്രോൺസ് റോസ്റ്റ്. ചാപ്സിൻ്റെ ഗ്രേവി കൂടെ കൊടുക്കണേ. തല ആർക്കാണ്? തല തല കഴിക്കുക. തലയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഓക്കെ, പറയൂ. ആഗ്നേയ എന്തൊക്കെ കഴിച്ചു? അപ്പവും ചിക്കൻ കറി. മക്കളെ പേര് പറ. ആർദ്ര. ഓക്കെ, ആർദ്ര എന്ത് കഴിച്ചു? അപ്പവും ചിക്കനും, പൊറോട്ടയും ചിക്കനും. നമ്മുടെ ഒരു സ്ഥിരം വിസിറ്റേഴ്സ് ഫാമിലിയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു. ഓക്കെ, ഡൺ. ഓക്കെ, പിന്നെ ബാക്കി നമ്മുടെ വൈകുന്നേരം വരാൻ നേരത്തെ അമ്മ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ വൈകുന്നേരം വരിക. നമ്മൾ നേരത്തെ മുകളിൽ കാണിച്ചതുപോലെയുള്ള രാത്രി അവിടെ നല്ല വൈബിലിരുന്ന് അത്യാവശ്യം 2 കൂടെ നുണയും പറഞ്ഞ് എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിച്ച് പിരിയ. ഇനി നമ്മൾ തിരുവനന്തപുരത്തുകാർ സാധാരണ പറയും രാത്രി യാത്രയില്ല എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ രാത്രി യാത്രയില്ല. ഓക്കെ, ബൈ.